DCB മീഡിയയുടെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 3 ബുധനാഴ്ച. ഇന്നും വരും ദിവസങ്ങളിലും നിങ്ങൾ അറിയേണ്ട, ശ്രദ്ധിക്കേണ്ട പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ് കാലാവസ്ഥാ മുന്നറിയിപ്പിനെ കുറിച്ചാണ്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നാളെ കേരളത്തിലെത്തും. തെക്കൻ കേരള തീരത്തോട് ചേർന്ന് തെക്കുകിഴക്കൻ അറബിക്കടലിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ സ്വാധീന ഫലമായി ജൂൺ 8 വരെ കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടിമിന്നലിനും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയുള്ള ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് തീവ്ര മഴ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ അറിയിപ്പ്, പുതിയ സർക്കാർ അധികാരത്തിലെത്തിയതോടെ തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയുള്ള ആനുകൂല്യങ്ങൾ, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി പദ്ധതികൾ ഇപ്പോൾ വീണ്ടും സജീവമായിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി വ്യക്തികൾക്കും ഗ്രൂപ്പുകൾക്കുമായി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇവയിൽ 70% ആനുകൂല്യങ്ങളും APL BPL വ്യത്യാസമില്ലാതെയാണ് നൽകുന്നത്. നിങ്ങളുടെ വാർഡ് മെമ്പറെയോ കൗൺസിലറെയോ കണ്ട് അപേക്ഷാ ഫോമുകൾ വാങ്ങി ഇതിനായി അപേക്ഷിക്കാവുന്നതാണ്. പ്രധാന പദ്ധതികൾ ഇനി പറയുന്നവയാണ്. കാർഷിക ക്ഷീരവികസന സഹായങ്ങൾ ലഭിക്കും. കറവ പശുക്കൾക്ക് കാലിത്തീറ്റ വാങ്ങാനുള്ള സഹായം, വനിതകൾക്ക് ആട്, കോഴി, പോത്ത്, പശു വളർത്തലിനുള്ള സഹായം, തൊഴുത്ത്, ആട്ടിൻകൂട്, കോഴിക്കൂട് എന്നിവ നിർമ്മിക്കാനുള്ള സഹായം. ഇത് വാർഷിക വരുമാനം 5 ലക്ഷത്തിന് താഴെയുള്ളവർക്കാണ്. വൃദ്ധർക്കുള്ള സഹായങ്ങളുമുണ്ട്. 60 വയസ്സ് കഴിഞ്ഞവർക്ക് കട്ടിൽ നൽകുന്ന പദ്ധതി, കമ്പിളിപ്പുതപ്പും 3 വടിയുമൊക്കെ നൽകുന്ന പദ്ധതികളുണ്ട്. കൂടാതെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളുണ്ട്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കും. ഭവന പുനരുദ്ധാരണം പദ്ധതിക്ക് കീഴിൽ വാർഷിക വരുമാനം 2 ലക്ഷത്തിൽ താഴെയുള്ള BPL കുടുംബങ്ങൾക്ക് വീട് അറ്റകുറ്റപ്പണി തീർക്കാൻ ധനസഹായം ലഭിക്കും. ഭിന്നശേഷിക്കാർക്കുള്ള സഹായങ്ങളുണ്ട്, വീൽചെയർ വിതരണം പോലുള്ളവ. മറ്റ് സഹായങ്ങളിൽ പ്രധാനപ്പെട്ടവ കിണർ ശുദ്ധീകരണം, റീചാർജിംഗ്, മത്സ്യകൃഷി എന്നിവയ്ക്കുള്ള സഹായം. കർഷകർക്ക് പമ്പ് സെറ്റ് വാങ്ങാൻ ധനസഹായം, മട്ടുപ്പാവ് കൃഷിക്ക് വനിതകൾക്കുള്ള സഹായം, ഇടവിള കൃഷി പ്രോത്സാഹനം, ഫലവൃക്ഷ തൈകളുടെ വിതരണം, തെങ്ങ് കൃഷിക്ക് ജൈവവളം എന്നിവയാണ്. അപേക്ഷയോടൊപ്പം റേഷൻ കാർഡ് കോപ്പി, നികുതി രസീത്, ബാങ്ക് പാസ്ബുക്ക് വിവരങ്ങൾ എന്നിവ നൽകണം. ഓരോ പഞ്ചായത്തിലെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് പദ്ധതികളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം. മൂന്നാമത്തെ അറിയിപ്പ്, PM സൂര്യഭവനം പദ്ധതി അനുസരിച്ചുള്ള സബ്സിഡിയോടുകൂടി പുരപ്പുറ സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ ഇനി 300 ദിവസം കൂടി മാത്രമാണുള്ളത്. 2027 മാർച്ച് 31 സബ്സിഡി പദ്ധതി അവസാനിക്കും. 2027 1 കോടി വീടുകളിൽ പ്ലാന്റുകൾ സ്ഥാപിക്കുകയാണ് ലക്ഷ്യം. 1 കിലോവാട്ട് വൈദ്യുതിക്കുള്ള പദ്ധതിക്ക് 30,000 രൂപയും 2 കിലോവാട്ടിന് 60,000 രൂപയും 3 കിലോവാട്ടിന് 78,000 രൂപയുമാണ് സബ്സിഡി. രാജ്യമാകെ ഇതുവരെ 33.33 ലക്ഷം പ്ലാന്റുകൾ സ്ഥാപിച്ചു. കേരളത്തിൽ 2.5 ലക്ഷം കടന്നു. ഇതുവഴി 986.2 മെഗാവാട്ട് ശേഷിയാണ് പ്രതീക്ഷിക്കുന്നത്. സബ്സിഡി ഇനത്തിൽ കേരളത്തിൽ ഇതുവരെ 1,701 കോടി രൂപ വിതരണം ചെയ്തു. 3.66 ലക്ഷം പേരാണ് കേരളത്തിൽ അപേക്ഷിച്ചത്. അതിനാൽ വീടുകളിൽ സോളാർ പ്ലാന്റുകൾ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർ അധികം വൈകാതെ തന്നെ അവ സ്ഥാപിച്ച് സബ്സിഡി കരസ്ഥമാക്കുവാൻ ശ്രമിക്കുക. നാലാമത്തെ അറിയിപ്പ്, താൽക്കാലിക ജോലിയുള്ളവർക്ക് ആശ്വാസകരമായ സുപ്രീം കോടതി വിധിയാണ്. താൽക്കാലിക ജീവനക്കാർക്ക് പെൻഷൻ ലഭിക്കുവാനുള്ള സാഹചര്യമാണ് പുതിയ സുപ്രീം കോടതി വിധിയിലൂടെ വന്നിരിക്കുന്നത്. പെൻഷൻ എന്നത് തൊഴിലുടമ നൽകുന്ന ഔദാര്യമല്ലെന്നും മറിച്ച് ദീർഘകാലത്തെയും തുടർച്ചയുമായ സേവനത്തിലൂടെ ജീവനക്കാരൻ നേടിയെടുക്കുന്ന ഭരണഘടനാപരമായ അവകാശമാണെന്നും സുപ്രീം കോടതി വിധി. സർക്കാർ വകുപ്പുകളിൽ ദീർഘകാലമായി ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാർക്ക് അവരുടെ ജോലി ഔദ്യോഗികമായി സ്ഥിരപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും വിരമിക്കുമ്പോൾ പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടെന്നും ജസ്റ്റിസുമാരായ സഞ്ജയ് കരോൾ, അഗസ്റ്റിൻ ജോർജ്, മാസീവ് എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. താൽക്കാലിക ജീവനക്കാർക്ക് പെൻഷൻ നൽകുന്നത് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിക്കുമെന്ന കേന്ദ്ര സർക്കാർ വാദം കോടതി തള്ളി. പെൻഷൻ എന്നത് തൊഴിലുടമയുടെ സാമ്പത്തിക സൗകര്യത്തിനനുസരിച്ച് നൽകുന്ന ഒന്നല്ലെന്നും ബെഞ്ച് പറഞ്ഞു. തപാൽ വകുപ്പിൽ 3 പതിറ്റാണ്ടായി താൽക്കാലിക ജീവനക്കാരായിരുന്ന സൂരജ് സാഹി എന്നയാളുടെ മരണത്തിന് ശേഷം ഭാര്യ നടത്തിയ നീണ്ട 18 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഈ വിധി. അടുത്ത അറിയിപ്പ്, വനിതാ വികസന കോർപ്പറേഷൻ വായ്പകൾ 18 മുതൽ 55 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് നൽകി വരുന്നതായി അറിയിച്ചിരിക്കുകയാണ്. സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിനായും കൂടാതെ വ്യക്തിഗത ഗ്രൂപ്പ് വിദ്യാഭ്യാസ വായ്പകൾ ലഭ്യമാണ്. 3% മുതൽ 8% വരെയാണ് പലിശ നിരക്ക്. ഉദ്യോഗസ്ഥ ജാമ്യമോ വസ്തുജാമ്യമോ ഹാജരാക്കണം. അയൽക്കൂട്ടങ്ങൾക്കായി പ്രത്യേക ഗ്രൂപ്പ് വായ്പകളുമുണ്ട്. അപേക്ഷാ ഫോമുകൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. അടുത്ത അറിയിപ്പ്, ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്കാണ്. ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരിൽ ഒരിക്കൽ പോലും വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത 2.5 ലക്ഷം പേർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്ന
ലഭിക്കുന്നതിനും അതുപോലെ വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റും സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 30 2019 ഡിസംബർ 31 മുൻപ് പെൻഷൻ അനുവദിച്ച് കിട്ടുകയും ഇതുവരെ ഒരു തവണ പോലും വരുമാന സർട്ടിഫിക്കറ്റ് നൽകാതിരിക്കുകയും ചെയ്തവർ ഇത് നിർബന്ധമായും നൽകണം. സമർപ്പിക്കാത്തവരുടെ പെൻഷൻ റദ്ദാക്കപ്പെടും. എന്നാൽ 2020 ജനുവരി മുതൽ പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർ ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല. UDF മുന്നണിയുടെ 3000 രൂപ പെൻഷൻ വാഗ്ദാനം മെയ് മാസത്തിൽ നടപ്പിലായിട്ടില്ല. മെയ് മാസത്തിലെ 2000 രൂപയുടെ വിതരണം അവസാന ഘട്ടത്തിലാണ്. ജൂൺ 19 സംസ്ഥാന ബജറ്റിന് ശേഷമേ പെൻഷൻ വർധനയിൽ വ്യക്തത വരികയുള്ളൂ. അടുത്ത അറിയിപ്പ്: സംസ്ഥാനത്ത് ചൊവ്വാഴ്ച മുതൽ ജൂൺ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സപ്ലൈകോ സ്റ്റോറുകളിൽ നിന്നും സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും 13 സബ്സിഡി പലവ്യഞ്ജനങ്ങളും ലഭിക്കുന്നതാണ്. മാർക്കറ്റ് വിലയേക്കാൾ 30 മുതൽ 60% വരെ വിലക്കുറവ് സബ്സിഡി സാധനങ്ങൾക്കുണ്ട്. സപ്ലൈകോ സബ്സിഡി സാധനങ്ങളുടെ പുതുക്കിയ വില: ചെറുപയർ 1 കിലോ 85, ഉഴുന്ന് 1 കിലോ 87, കടല 1 കിലോ 63, വൻപയർ 1 കിലോ 68, തൂരപ്പരിപ്പ് 1 കിലോ 83, മുളക് 1 കിലോ 136, മല്ലി 1/2 കിലോ 47, പഞ്ചസാര 1 കിലോ 34 രൂപ 65 പൈസ, വെളിച്ചെണ്ണ 1 ലിറ്റർ പാക്കറ്റ് 249 രൂപ എന്നിങ്ങനെയാണ്. ഇതിൽ 1/2 ലിറ്ററിന് മാത്രമേ സബ്സിഡിയുള്ളൂ. എന്നാൽ 1 ലിറ്റർ പാക്കറ്റായി മാത്രമേ ലഭ്യമാകൂ. ജയ കുറുവ മട്ട അരി 33 രൂപയാണ് 1 കിലോയ്ക്ക്. പച്ചരി 1 കിലോയ്ക്ക് 29 രൂപ. അടുത്തതായി സ്വർണ്ണവിലയാണ്. ജൂൺ 2 തീയതിയിലെ വില പ്രകാരം 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 14,320 രൂപയും പവന് 1,14,560 രൂപയുമാണ് നിരക്ക്. എല്ലാ ദിവസത്തെയും പ്രധാന അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.